എങ്ങനെ ഇതിനുള്ളിൽ കയറുക കയറുക. ഇതെന്താ ഇത്? ഓ, ഒരുപാട് പേര് കണ്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള പരിപാടികളാണ് മിക്കപ്പോഴും എടുക്കാറ്. അപ്പോൾ നമ്മളിപ്പോൾ ആരും കാണാത്തതോ അല്ലെ ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു സാധനം എടുത്താൽ ഒരുപാട് വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു തവണയിലും ഒരു സിനിമ കാണുന്ന എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സാധനം അങ്ങനെയാണ് അത് പരമാവധി ചൂസ് ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഡയലോഗാണ്. കാരണം എല്ലാവർക്കും അറിയത്തില്ലാത്ത ഡയലോഗാണെങ്കിൽ ഇത് ഏതാന്നുള്ള ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരും. ഇപ്പം റീൽസിനൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസാണ് കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ജോജി ചേട്ടൻ, അഭിലാഷ് പിള്ളെ, ആശിഷ് വിദ്യാർത്ഥി, അങ്ങനെ വലിയ സെലിബ്രിറ്റീസാണ് വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ റീൽസിനൊക്കെ ഇത്രയും കമൻറ്റുകൾ വീണ്ടും ബൂസ്റ്റ് ചെയ്യാറുണ്ട്. എങ്ങനെ ഇപ്പോൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് റീൽസുകൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വീട്ടുകാരെത്തോളം ഇതുപോലെ ഓരോന്ന് ഈ പറഞ്ഞ കമൻറ്റ് വരുമ്പോഴാണല്ലോ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എത്തുന്നുണ്ടെന്ന് നമുക്കപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവരപ്പോഴുള്ള ഇപ്പോൾ ചോദിച്ചായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ടേഴ്സിൻ്റെ എല്ലാം അടുത്ത് ഏകദേശമൊക്കെ എത്തുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അഭിലാഷേട്ടൻ കമൻറ്റ് ചെയ്യുമ്പം അഭിലാഷേട്ടൻ എല്ലാം ലൈക്ക് ചെയ്യുമ്പോൾ അഭിലാഷേട്ടനെ പോലുള്ള റൈറ്റർമാരുടെ അടുത്തെല്ലാം നമ്മുടെ പരിപാടി എത്തുന്നുണ്ട് എന്നുള്ള അതൊരു പോസിറ്റീവ് വൈബാണല്ലോ. അപ്പോൾ അതിൽ സന്തോഷമാണ്.